അമേരിക്ക അവരുടെ ആദ്യ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. ആയത്തുള്ള അലി ഖാംനെയെ വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് രണ്ടാമത് അവർ ലക്ഷ്യമിടുന്നത് ഒരു ഭരണമാറ്റമാണ്. അതിപ്പോൾ നിലവിൽ ആയത്തുള്ള അലി ഖാംനെ അടക്കം തീരുമാനിക്കപ്പെട്ട രൂപീകൃതമായ ഒരു ഘടനയിൽ നിന്ന് മാറിയുള്ള ഒരു ഭരണ സംവിധാനമായിരിക്കണം അമേരിക്ക ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഭരണക്രമത്തെ നിലനിർത്തിക്കൊണ്ട് ചില ഇളവുകളോടെ അത് തുടരാൻ അനുവദിക്കുമോ, അതോ സമ്പൂർണ്ണമായൊരു പപ്പറ്റ് ഭരണ സംവിധാനത്തെയാണോ അമേരിക്ക നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിലേക്ക് അമേരിക്ക എങ്ങനെ എത്തിച്ചേരും എന്നുള്ള ചോദ്യങ്ങളുമുണ്ട്. അതായത് രണ്ടാമതൊരു ഭരണമാറ്റം എന്നുള്ളത്, റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കക്ക് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. കാരണം ഭരണമാറ്റം സാധ്യമാകണമെങ്കിൽ അമേരിക്കയുടെ നിർബന്ധിതമായിട്ടുള്ള ഒരു ഭരണമാറ്റമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഗ്രൗണ്ട് ട്രൂപ്സ് ആവശ്യമാണ്. കര ആക്രമണത്തിലൂടെ പ്രസിഡൻഷ്യൽ കൊട്ടാരവും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ പിടിച്ചടക്കിക്കൊണ്ടുള്ള ഒരു ഭരണമാറ്റം ഇറാഖിലൊക്കെ ചെയ്തതുപോലെ അത്തരം ഒരു നീക്കത്തിലൂടെ സാധ്യമാവുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു കര ആക്രമണം അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല എന്ന് അവര് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒരു എയർ ഫോഴ്സ് ആണ്. പക്ഷെ അതേസമയം അതിൽ പ്രഖ്യാപിക്കപ്പെടാത്ത, ഇതുവരെ പറയാത്ത മറ്റു പല സംഗതികളും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ഒരു പക്ഷേ അത്തരം സംഗതികളും ഉണ്ടാകാം. അതായത് പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം വധിച്ചതിന് ശേഷം ഈ വധത്തിന്റെ പരമ്പര ഇനിയും തുടരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വധിച്ചതിന് ശേഷം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കര ആക്രമണം നടത്തി ഭരണകൂടത്തിന്റെ സുപ്രധാനമായിട്ടുള്ള സ്ഥിര കേന്ദ്രങ്ങൾ പിടിച്ചെടുത്ത് അവസാനം ഒരു പപ്പറ്റ് ഭരണകൂടത്തെ അവിടെ നിയമിക്കുക. അതാണ് വാസ്തവത്തിൽ ചെയ്യാനുള്ളത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഇറാനിൽ ഒരു വ്യവസ്ഥാപിതമായ ഒരു ഓപ്പോസിഷൻ, പ്രത്യേകിച്ച് നിലവിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റിന് ഒരു വ്യവസ്ഥാപിതമായ ഒരു പ്രതിപക്ഷം അവിടെ ഇല്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. പിന്നീടുള്ളത്, അമേരിക്കയിൽ ഇപ്പോൾ വിപ്രവാസ ജീവിതം നയിക്കുന്ന റിസ പഹ്ലവിയെ കൊണ്ടുവരിക, അതായത് പഴയ റിസ ഷാ പഹ്ലവിയുടെ മകനായിട്ടുള്ള റിസ പഹ്ലവിയെ കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും ഒരു പപ്പറ്റ് ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് അമേരിക്കക്ക് തന്നെ സംശയമുണ്ട്. കാരണം പ്രസിഡന്റ് ട്രംപ് തന്നെ ഈ റിസ പഹ്ലവിയെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരു നിലക്കും ഒരു ഭരണകൂടത്തെ നയിക്കാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു പാരമ്പര്യമോ ഒരു ലീഡർഷിപ്പ് പാഠവമോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അയാൾ എന്ന അർത്ഥത്തിൽ ട്രംപ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചോദ്യം ഇവിടെ ഏത് രൂപത്തിൽ അമേരിക്ക ഇതിനെ ഭരിക്കുമെന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു അജണ്ടയാണ്. അതായത് ഇസ്രായേൽ നേരത്തെ തന്നെ പറയുന്നത് ഇറാനെ വ്യത്യസ്ത വംശീയ ന്യൂനപക്ഷങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ വേർതിരിച്ച് വെട്ടിമുറിക്കുക എന്നുള്ളതാണ്. ഇറാനെ വെട്ടിമുറിക്കുക. അതും ഒരർത്ഥത്തിൽ ഒരു നിരന്തരം നീണ്ട ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്കും അവസാനം ഏതെങ്കിലും അർത്ഥത്തിൽ ഇതേ ഹാർഡ് ലൈൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് അമേരിക്ക വിളിക്കുന്ന അതേ ഹാർഡ് ലൈൻ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കയ്യിൽ തന്നെ ഭരണം എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറാഖ് അതിന് ഉദാഹരണമാണ്. ഏറ്റവും പ്രധാനമായിട്ട് അമേരിക്ക സദ്ദാം ഹുസൈനെ നിഷ്കാസനം ചെയ്യുമ്പോൾ അവിടെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഗതിക്ക് വിരുദ്ധമായിട്ടാണ് പിന്നീട് ഇറാഖിൽ സംഭവിക്കുന്നത്. ഇറാനോട് അടുപ്പമുള്ള ഒരു ഷീ ഭരണകൂടം തന്നെയാണ് അവിടെയും പിന്നീട് നിലവിൽ വരുന്നത് കാണുന്നത്. അതിൽ കുറെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നീക്കം ഒരു കൃത്യമായ കരയാക്രമണത്തിലൂടെ ഭരണ സംവിധാനത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങൾ പിടിച്ചെടുത്ത് ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി അമേരിക്കക്കുണ്ടെങ്കിൽ അത് നടപ്പാക്കുക അത്ര പ്രയാസകരമായ അല്ലെങ്കിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേ സന്ദർഭത്തിൽ നോക്കൂ, ഈ ഇറാന്റെ ഈ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്നത് അതിശക്തമായ ഒരു സംവിധാനമാണ്. ഇറാൻ ഇപ്പോ പരമോന്നത നേതാവും അതുപോലെ തന്നെ പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ ഇറാൻ ഭരണകൂടത്തെ എന്ന് മാത്രമല്ല ഇറാൻ ഇക്കോണമിയെ തന്നെ ഏറ്റവും കാര്യമായി നയിക്കുന്നത് ഈ റവല്യൂഷണറി ഗാർഡിന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമാണ്. അപ്പൊ അവരെ എത്ര തന്നെ നേതൃത്വത്തെ നിഷ്കാസനം ചെയ്താലും ആ ഒരു സംവിധാനവും ആ ഒരു ഫൈറ്റിംഗ് പോരാട്ട വീര്യവും നിലനിർത്തിക്കൊണ്ടു തന്നെയുള്ള ഒരു പോരാട്ടം അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാഖിലെ സൈന്യം പെട്ടെന്ന് തകർന്നു വീണത് പോലെ, ഒരു ചീട്ടുകൊട്ടാരം പോലെ 2003 അമേരിക്ക അധിനിവേശം നടത്തിയപ്പോൾ തകർന്നു വീണത് പോലെ ആയിരിക്കില്ല ഇറാനിലെ ഈ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഫൈറ്റിംഗ് ഒരു എക്സ്പീരിയൻസ് ഉള്ള, പ്രത്യേകിച്ച് 1980-88 ഇറാനുമായിട്ടുള്ള ഒരു നീണ്ട സംഘർഷത്തിൽ നല്ല ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള, അതിനുശേഷം പല രൂപത്തിൽ പോരാട്ടം അമേരിക്കയുമായും അതുപോലെ തന്നെ ഇസ്രായേലുമായും ഒക്കെ കഴിഞ്ഞ
ജൂണിലും അതുപോലെ തന്നെ അതിനു മുമ്പും 2024 ഒക്ടോബറിലുമൊക്കെ ഇത്തരം ഫൈറ്റിങ്ങിലൊക്കെ പരിചയമുള്ള ഒരു സൈന്യവും ഒരു സംവിധാനവും അവിടെ ഉണ്ട് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് ഇൻവേഷൻ അത്ര എളുപ്പമായ ഒരു സംഗതി ആയിരിക്കില്ല. സ്വാഭാവികമായും ഇതൊരു പ്രൊലോങ്ഡ് പോരാട്ടത്തിലേക്ക്, ഒരു നീണ്ട പോരാട്ടത്തിലേക്ക് നയിക്കാനുള്ള അങ്ങനെ നീളാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങനെയാണെങ്കിൽ ശ്രീ താജാലും അത് വലിയ തിരിച്ചടിയായിരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. കാര്യം ട്രംപ് അധികാരമേറ്റ ഉടനെ തന്നെ പറഞ്ഞിരുന്നത് അമേരിക്കയുടെ അതല്ലാത്ത ഒരു യുദ്ധവും ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമില്ല, ഈ സ്റ്റുപ്പിഡ് ഫോറിൻ വാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം ഈ ഒരു ആക്രമണം തുടങ്ങി വെക്കേണ്ടത് അത് അമേരിക്കയുടെ ആവശ്യമായിരുന്നെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. അമേരിക്കയ്ക്കൊരു ദീർഘകാല യുദ്ധത്തിന് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ ഈ തുടങ്ങി വച്ച അതേ വേഗതയിൽ ഇത് അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നേരത്തെ ഇറാനൊക്കെ പറഞ്ഞതുപോലെ ഇത് തുടങ്ങി വെക്കുന്നത് നിങ്ങളാണെങ്കിൽ അവസാനിപ്പിക്കേണ്ടത് ഞങ്ങളായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ IRGC ഒക്കെ എത്രത്തോളം ചെറുത്തുനിൽപ്പ് നടത്തുമെന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ട് കൂടിയായിരിക്കുമോ ഇതിന്റെ ഒരു അന്ത്യം അവസാനം എന്ന് പറയുന്നത്. മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ അമേരിക്കയെ വലിയ സമ്മർദ്ദങ്ങളും ഉണ്ടാവും. കാരണം വാണിജ്യ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇത്തരം അശാന്തിയുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നത് അത് ലോക സാമ്പത്തിക ക്രമത്തിന് പോലും നല്ലതല്ല. അപ്പോൾ അത്തരം ചില സമ്മർദ്ദങ്ങളെ കൂടി അമേരിക്ക നേരിടേണ്ടത്, അമേരിക്കയുടെ വാണിജ്യ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ